ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന മലയാളം മൂവിയാണ്. ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്, അതായത് സെക്കൻഡ് കേസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ മൂവിയിലെ ആദ്യത്തെ പാർട്ട് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ആദ്യം അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാൻ ശ്രമിക്കുക. സോ ഇനി പറഞ്ഞധികം സമയം കളയുന്നില്ല, നേരെ സ്റ്റോറിയിലേക്ക് പോവാം. സസ്പെൻഷനിലായിരിക്കുന്ന നായകനും ടീമിനും SP ശ്രീദേവി വധക്കേസ് കൊടുക്കുന്ന ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത് SP ഇപ്പൊ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ശ്രീദേവി വധക്കേസ് നായകനും ടീമിനും കൊടുത്തോണ്ട് അടുത്ത സീനിൽ നായകൻ തന്റെ ടീമിനെ വിളിച്ചു വരുത്തി ആ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. നായകൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് അവന്റെ ടീമിലുള്ളവരൊക്കെ പറയുവാണ്, എന്റെ പൊന്നു സാറേ, ക്രൈംബ്രാഞ്ച് CBI അടക്കം അന്വേഷിച്ചിട്ട് ഒരു തെളിവും കിട്ടാത്ത കേസല്ലേ അത്, അതിൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഇത് കേട്ട നായകൻ പറയാണ്, എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തായാലും SP അത്ര വിശ്വാസത്തോടു കൂടി നമ്മളെ ഏൽപ്പിച്ച കേസല്ലേ ഇത്, അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ക്ലോസിംഗ് റിപ്പോർട്ട് തയ്യാറാക്കി തിരികെ വരാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നായകൻ ടീമിനെ കൺവിൻസ് ചെയ്ത് അങ്ങനെ അവരുമായിട്ട് ആ നാട്ടിലേക്ക് എത്തുവാണ്. അതായത് 6 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ക്രൈം നടന്ന ചെറുവള്ളി എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്ക് എത്തുന്നു. ഇതേ സമയം തന്നെ ശ്രീദേവി വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒരു പോലീസ് അന്വേഷണത്തിന് ഒരു ടീമും കൂടി അവിടേക്ക് വരുവാണെന്നുള്ള കാര്യം ചെറുവള്ളി ദേശം മുഴുവൻ അറിഞ്ഞിരുന്നു. അങ്ങനെ നായകനും ടീമും അവിടെ ബസ് വന്ന് ഇറങ്ങുന്ന സമയം നാട്ടുകാരെല്ലാം ഒത്തുകൂടി ഇതിനെതിരെ ഒരു പോരാട്ടം എന്നുള്ള രീതിയിൽ ഒരു സമ്മേളനം എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കേസിന്റെ അന്വേഷണവുമായിട്ട് ആ നാട്ടിലേക്ക് എത്തിയ പോലീസ് അംഗമല്ല ആ നാട്ടിലെ ജനങ്ങളെ അതിന്റെ പേരിൽ ഒരുപാട് ക്രൂരമായിട്ട് ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി അങ്ങനെ ഒരു സംഖ്യയോടെ വന്നുകൂടാ, അവരുടെ ക്രൂരതകൾക്ക് നമ്മൾ ഇരയായിക്കൂടാ, നമ്മൾ അതിനെ ശക്തമായിട്ട് എതിർക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആ സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അച്ചമ്പട്ടത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു ദാക്ഷിണ്യമില്ലാതെ മരണത്തിലേക്ക് തള്ളിവിട്ട 4 ക്രൂരന്മാരായ പോലീസുകാരാണ് ഇവിടേക്ക് വരുന്നതെന്നാണ് അറിഞ്ഞത്. അതിന്റെ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവന്മാരെ നാട്ടിലേക്ക് കയറ്റാതെ ചെറുക്കണം എന്നൊക്കെ ആ സമ്മേളനത്തിൽ അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നായകനും ടീമിനും ആകെ ദേഷ്യം വരുന്നു. എന്നാലും അവർ പ്രതികരിക്കാൻ പോകുന്നില്ല. കാരണം SP ഇടപെട്ട് അവർക്ക് അവരുടെ കാക്കിക്കുപ്പായം തിരിച്ചു കിട്ടിയെങ്കിലും ഒരു പോലീസിന്റെ അധികാരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് SP ഇവരെ ഇവിടേക്ക് വിട്ടത്. അതുകൊണ്ട് ഇതെല്ലാം കേട്ടിട്ടും ഒതുങ്ങി മാറി നായകന്റെ ടീം അവിടുന്ന് പോകുന്നു. ഇതേ സമയം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചതിന് ശേഷം ആ സമ്മേളനത്തില് ആ നാട്ടിൽ അത്യാവശ്യം പേരും നിലയുള്ള കരുണാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംസാരിക്കുന്നുണ്ട് ഇതേ കാര്യത്തിനെ പറ്റി തന്നെ. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് നമ്മുടെ നായകനും സംഘവും നേരെ പോകുന്നത് ആ നാട്ടില് റിട്ടയർഡ് ആയ ഒരു പോലീസുകാരുണ്ടായിരുന്നു. നായർ എന്നാണ് അയാളെ വിളിക്കുന്നത്. അയാളുടെ വീട്ടിലേക്കാണ്. ഈ നാട്ടിലേക്ക് എത്തിയവർക്ക് ഇവിടെ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഇയാളാണ്. അത് മാത്രമല്ല, 6 വർഷങ്ങൾക്ക് മുമ്പ് ആ ശ്രീദേവിന്റെ മരണക്കേസ് അന്വേഷിച്ച ടീമില് ഈ പോലീസ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങളെല്ലാം അയാൾ ഈ സമയത്ത് നായകനും ടീമിനും പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ ഇപ്പൊ അതെല്ലാം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നു. ആ നാട്ടിലെ ഒരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു ശ്രീദേവി. അങ്ങനെ ഒരു സുന്ദരി ആയതുകൊണ്ട് തന്നെ നാട്ടിലെ പല ചെക്കന്മാരും അവളുടെ പുറകെയായിരുന്നു. ശ്രീദേവിന്റെ ചെറുപ്പത്തിൽ തന്നെ ശ്രീദേവിന്റെ അമ്മ അവളുടെ അച്ഛനുമായി പിരിഞ്ഞ് അവളെയും കൊണ്ട് ഒറ്റയ്ക്ക് മാറി താമസിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ശ്രീദേവി വളർന്നൊരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാവുന്ന സമയം അവളുടെ ഏറ്റവും വലിയ ഹോബി മനോരമയിലും മംഗളത്തിലൊക്കെ വരുന്ന നോവലുകൾ വായിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഏത് സമയം അതെല്ലാം വായിച്ചിരിക്കുന്നുണ്ട് തയ്യൽക്കാരിയായ അവളുടെ അമ്മ അവളെ അതിന് വഴക്കൊക്കെ പറയുമായിരുന്നു. ശ്രീദേവി ഒരു സുന്ദരി ആയതുകൊണ്ട് അവളുടെ പുറകെ കുറെ ചെക്കന്മാർ നടക്കുന്നെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതിൽ പലരും അവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശ്രീദേവിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ ആരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശ്രീദേവിന്റെ അമ്മേന്റെ ഒരു പ്രണയ വിവാഹമായിരുന്നു. താനും അങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ച തന്റെ ജീവിതവും തന്നെ അമ്മേന്റെ പോലെ ആയി പോകുന്നുള്ള ഒരു പേടി അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ പ്രണയിക്കാത്തതെന്ന് അവൾ പലപ്പോഴും ഉള്ള ഫ്രണ്ട്സിനോടെല്ലാം പറയാറുണ്ടായിരുന്നു. അങ്ങേക്കുന്ന ഒരു ദിവസം രാത്രി വീട്ടിലെ അമ്മയ്ക്ക് അവൾ ഒരു കത്ത് എഴുതി വെച്ച് ആരും കാണാതെ ബാഗും പാക്ക് ചെയ്ത് അവൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. എവിടേക്കാണെന്നല്ലേ, അത്രയും നാളും പ്രണയത്തിനെ വെറുത്തിരുന്ന അവള് അതിനിടയിൽ ഏതൊരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് പിരിയാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം ആവുമ്പോഴാണ് അവൾ അങ്ങനെ ബാഗും പാക്ക് ചെയ്ത് അമ്മയ്ക്ക് ഒരു കത്ത് എഴുതി വെച്ച് വീട് വിട്ടിറങ്ങുന്നത്. അങ്ങനെയുള്ള യാത്രയിലാണ് അവൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ അവളുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്ന പോലീസ് സംഘം അവളുടെ കാമുകൻ ആരായിരുന്നു, അവൾ എങ്ങനെയാ മരിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ്. ഒന്നും നടന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സമയത്ത് നായകനും അങ്ങനെയും പറഞ്ഞു കൊടുക്കുവാണ്. അന്ന് ശ്രീദേവി ആ പറമ്പിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാൾ അവളുടെ ബോഡി കണ്ടു എന്നുള്ളൊരു കുറ്റത്തിന് ആദ്യമായിട്ട് ആ കേസിന്റെ ചുമതല കിട്ടിയ ഉദ്യോഗസ്ഥൻ അയാളെ ഒരുപാട് ടോർച്ചർ ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് അയാൾ മരണപ്പെട്ടത്. അതിനുശേഷം ഈ കേസ് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാര് അതിന്റെ പേരിൽ അതേപോലെ നാട്ടുകാർ ഒരുപാട് ദ്രോഹിക്കുകയുണ്ടായി. അതൊക്കെയാണ് ഇപ്പോഴും പോലീസുകാർ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് ഇത്ര ദേഷ്യമൊന്നും ഈ സമയം നായർ പറഞ്ഞു കൊടുക്കുന്നു. ശ്രീദേവി അന്ന് മരിച്ചു കിടന്നത് ആ നാട്ടിലെ സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ പറമ്പിലായിരുന്നു. അങ്ങനെ ഇപ്പൊ അയാളെ പറ്റി നായകനും ടീമും അന്വേഷിക്കുന്നു. അയാളുടെ സ്വഭാവം ഒന്നും മാത്രം വെടിപ്പായിരുന്നില്ല. രണ്ടാമതായിട്ട് കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്ന കൃഷ്ണനുണി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അയാൾ അതിന്റെ പേരിൽ വിശദമായിട്ട് ചോദ്യം ചെയ്തായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്റെ പറമ്പിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടും അതൊന്ന് കാണാൻ വരാൻ പോലും അയാളെ കൂട്ടാക്കിയില്ല എന്നാണ്. അതിനെപ്പറ്റി ചോദിച്ചപ്പോ തനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് വരാത്തതെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. അതിലെ മരിച്ച ശ്രീദേവിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൾ മരിക്കുന്ന സമയത്ത് 3 മാസം പ്രഗ്നന്റ് ആയിരുന്നുവെന്ന്. സുഭാഷിന്റെ പെരുമാറ്റത്തിൽ ഡൗട്ട് തോന്നിയ പോലീസുകാര് ആ സമയം സുഭാഷിന്റെ ഫെർട്ടിലിറ്റി ടെസ്റ്റ് എല്ലാം നടത്തിയായിരുന്നു. എന്നത് നെഗറ്റീവ് ആയതോടെ അയാളെല്ലാം പ്രതി എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോഴും പോലീസുകാർ സംശയിച്ചൊരു കാര്യമുണ്ട്, അനാവശ്യമായിട്ട് ഒരു പയ്യന്മാരോടും അധികം ഇടപെടാത്ത ശ്രീദേവി എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് എങ്ങനെ ഇത് സംഭവിച്ചുവെന്ന്. അങ്ങനെ ഉറപ്പാവുന്നുണ്ട് അവളുടെ അവസ്ഥയ്ക്ക് കാരണം അവളുടെ കാമുക തന്നെയാണെന്ന്. അങ്ങനെ
അങ്ങനെ ഒരു അവസ്ഥ വന്നോണ്ടാവണം അമ്മേനോട് പോലും പറയാതെ ഒരു കത്ത് എഴുതി വെച്ച് ആരും അറിയാതെ അവള് വീട് വിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇപ്പൊ ഈ കേസിനെ പറ്റി ഏകദേശം കാര്യങ്ങളൊക്കെ നായകൻ മനസ്സിലാക്കി. ഇപ്പൊ നായകനും ടീമിനും താമസിക്കാൻ ഒരു സ്ഥലമെല്ലാം കൊടുക്കുന്നത് ആ നായരാണ്. അങ്ങനെ ഇപ്പൊ അന്ന് രാത്രി നായകനും ടീമും തമ്മില് ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെ പറ്റി എല്ലാം ചർച്ച ചെയ്യുന്നു. അങ്ങനെ നായകന്റെ ടീം നായകനോട് എന്താ സാറേ സ്റ്റാൻഡ് എന്ന് ചോദിക്കുമ്പോ എന്തായാലും നമ്മളിവിടേക്ക് വന്നതല്ലേ, ഒരു 5 ദിവസം അന്വേഷിച്ച് നോക്കാം, എന്നിട്ട് ഇതിലൊരു പ്രോഗ്രസും വന്നില്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഈ കേസും ക്ലോസ് ചെയ്ത് നമുക്ക് തിരികെ പോവാം. നായകൻ ഈ കാര്യം പറയുമ്പോൾ ടീമും ഓക്കെ പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ നായകന്റെ ടീമും ശ്രീദേവിന്റെ വീട്ടിലേക്ക് എത്തി അവളുടെ റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നു. 6 കൊല്ലം കഴിഞ്ഞില്ലേ, പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ അവള് വായിച്ചുകൊണ്ടിരുന്ന ബുക്കുകളും പഠിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങളെല്ലാം ഇപ്പൊ അവരെടുത്തോണ്ട് വരുവാണ് അവിടുന്ന്. അടുത്ത സീനിൽ അവരവരുടെ വീട്ടിലേക്ക് എത്തി അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അതിലൊരു ബുക്കിന്റെ അകത്ത് നിന്ന് അവർക്കൊരു കത്ത് കിട്ടുന്നു. ആ കത്ത് വന്നിരുന്നത് ബോംബെയിൽ നിന്നായിരുന്നു. ആ കത്ത് എഴുതിയത് ശ്രീദേവിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും. അങ്ങനെ ഇപ്പൊ ആ പെണ്ണിനെ അന്വേഷിച്ച് കണ്ടെത്തുവാണെങ്കിൽ ശ്രീദേവിനെ പറ്റി എന്തെങ്കിലുമൊക്കെ വിവരം അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കി നായകനും ഗ്യാങ്ങും അങ്ങനെ ആ പെണ്ണിനെ കണ്ടുപിടിക്കുന്നു. ബോംബെയിൽ ഈ പെണ്ണ് അവളുടെ ഭർത്താവിനോടൊപ്പം താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നാട്ടിലെ കൂട്ടുകാരിയായ ശ്രീദേവിക്ക് അവൾ അങ്ങനെ കത്ത് അയച്ചിട്ടുണ്ടായിരുന്നത്. കത്തിൽ അവള് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ തന്നോട്? ഇങ്ങനെ നായകനെ പെണ്ണിനോട് ചോദിക്കുമ്പോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, വിശേഷങ്ങളൊക്കെ പറയാത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം കത്ത് എഴുതിയപ്പോ ഹിന്ദി പഠിക്കാൻ എളുപ്പമാണോ എന്നും ബോംബെയിൽ എന്തൊക്കെ ജോലികളാ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കേൾക്കുന്ന നായകന് മനസ്സിലാവുകയാണ് അപ്പൊ ശ്രീദേവിക്ക് ബോംബെയുമായിട്ട് എന്നൊരു കണക്ഷൻ ഉണ്ടെന്ന്. അപ്പൊ ശ്രീദേവി ഹിന്ദി പഠിക്കണം എന്ന് ആഗ്രഹം പറയാനും ബോംബെയിലെ ജോലിനെ പറ്റി അന്വേഷിച്ചതും തീർച്ചയായിട്ടും അവിടേക്ക് പോകാൻ വേണ്ടിയായിരിക്കണം. അങ്ങനെ അതെല്ലാം കൂട്ടി വെച്ച് നോക്കുമ്പോ നായകന് മനസ്സിലാവുകയാണ് അപ്പൊ ശ്രീദേവിന്റെ കാമുകനുള്ളത് ബോംബെയിലായിരിക്കും എന്ന്. അതുകൊണ്ടായിരിക്കും അവൾ ഇതിനെ പറ്റിയെല്ലാം അവളുടെ ഫ്രണ്ടിനോട് ചോദിച്ചത് എന്ന്. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് നായകൻ അവന്റെ ടീമിനോട് പറയുകയാണ് ശ്രീദേവി മരിക്കുന്ന സമയത്ത് ബോംബെയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരുടെയും ഡീറ്റെയിൽസ് എടുക്കണം, തീർച്ചയായിട്ടും അതിലുണ്ടാവും നമ്മൾ അന്വേഷിക്കുന്ന ശ്രീദേവിന്റെ കാമുകൻ. അങ്ങനെ അടുത്ത സീനിൽ നായകനും ടീമും കൂടി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടിട്ട് ശ്രീദേവി മരിച്ച കൊല്ലത്തെ ആ പഞ്ചായത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയ അവിടുത്തെ റെക്കോർഡ് ചോദിക്കുന്നു. കാരണം അത് ചെക്ക് ചെയ്താൽ മനസ്സിലാവുമല്ലോ ആരൊക്കെ ആ സമയത്ത് എവിടെയൊക്കെ ജോലി ചെയ്തിരുന്നു, എവിടെയൊക്കെ താമസിച്ചിരുന്നു, എന്തൊക്കെയായിരുന്നു അവരുടെ ഡീറ്റെയിൽസ് എന്നൊക്കെ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നായകൻ ആ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആ രജിസ്റ്റർ ചോദിക്കുന്നുണ്ടെങ്കിലും പോലീസുകാരുടെ ആ ചുരുക്കുള്ളതുകൊണ്ട് അയാൾ അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അധികാരം ഇല്ലാത്തതുകൊണ്ട് ബലം പ്രയോഗിച്ച് അത് വാങ്ങാനും അവർക്ക് കഴിയില്ലല്ലോ. അങ്ങനെ ഇപ്പൊ അതിന് മറ്റെന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് നായകൻ പറയുന്നു. അങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെയാണ് ശ്രീദേവി മരിക്കുന്ന സമയത്ത് അവൾക്ക് ലെറ്റേഴ്സ് എല്ലാം സ്ഥിരമായിട്ട് കൊണ്ടേ കൊടുത്തുകൊണ്ടിരുന്ന അവിടുത്തെ പോസ്റ്റ്മാനെ പറ്റിയും നായകൻ അറിയുന്നത്. ശ്രീദേവി മരിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അയാൾക്കും എന്തോ അപകടം പറ്റി, അയാൾ പാരലൈസ്ഡ് ആയി പോയതാണ്. അങ്ങനെ ഇപ്പൊ അയാളെ കണ്ട് ശ്രീദേവിക്ക് വരാറുണ്ടായിരുന്ന ആ കത്തിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ അതിൽ അവളുടെ കാമുകന്റെ കത്തുണ്ടോ എന്ന് മനസ്സിലാക്കാന്നൊക്കെ നായകൻ ഇപ്പൊ ടീമിനോട് പറയുന്നു. ഇതേ സമയം തന്നെ അന്ന് അവളുടെ ബുക്കുകളിൽ നിന്ന് കണ്ടെത്തിയ ഒരു കത്തിൽ നിന്ന് നായകൻ ഇപ്പൊ മറ്റൊരു കാര്യം കണ്ടുപിടിക്കുന്നു. അതിലൊരു കത്ത് ബോംബെയിൽ നിന്നാണ് വന്നതെങ്കിലും, അതായത് ഫ്രം അഡ്രസ് അവിടെയാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും അതിൽ അടിച്ചിരിക്കുന്ന സീല് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നാണ്. ആ കത്താണെങ്കിൽ ശ്രീദേവിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ അവളുടെ കള്ളപ്പേരിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ ഇതിൽ ഡൗട്ട് തോന്നിയ നായകൻ ടീമും അടുത്ത സീനിൽ ശ്രീദേവിന്റെ ഫ്രണ്ടിനെ കണ്ട് ശ്രീദേവിക്ക് ഈ കത്ത് അയച്ചത് താനാണോ എന്ന് ചോദിക്കുന്നു. ഇതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ് എന്റെയാണ്, പക്ഷേ ഈ കത്ത് എന്റേതല്ല സാറേ, ഇങ്ങനെ ഈ സമയത്ത് അവളുടെ ഫ്രണ്ട് പറയുന്നു. അങ്ങനെ ഇപ്പൊ നായകനും ടീമിനും മനസ്സിലാവുകയാണ് അപ്പൊ കള്ളപ്പേരിൽ ഈ കത്ത് എഴുതിയത് ശ്രീദേവിന്റെ കാമുകനായിരുന്നു എന്ന്. ലൊക്കേഷൻ വെച്ചത് മുംബൈ ആണെങ്കിലും അതിൽ കുത്തിയിരിക്കുന്ന സീല് ഹരിയാനയിലായിരുന്നല്ലോ. അതിലൂടെ അവർ മനസ്സിലാക്കുവാണ് അപ്പൊ ശ്രീദേവിന്റെ കാമുകൻ ഉണ്ടായിരുന്നത് മുംബൈയിലല്ല ഹരിയാനയിലായിരുന്നു എന്ന്. സോ ഇനി അയാളെ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി ഈസിയായി. പക്ഷെ ഫൈനലായി ഉറപ്പിക്കണമെങ്കിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിലുള്ള ആ രജിസ്റ്ററും കൂടി കിട്ടണം. നേരിട്ട് പോയി ചോദിച്ചിട്ട് അയാൾ തന്നില്ലല്ലോ. അതിന്റെ വളഞ്ഞ വഴി നോക്കാന്ന് നായകൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരന് ഇവര് മദ്യമെല്ലാം വാങ്ങിക്കൊടുത്ത് അയാളെ വരുതിയിലാക്കുന്നു. എന്നിട്ട് അയാളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. എന്നാൽ ആ ശ്രമം നടക്കാത്തോണ്ട് അടുത്ത സീനിൽ നായകനും ഗ്യാങ്ങും ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് എത്തി ആരും അറിയാതെ വീട്ടിലേക്ക് ഒരു കള്ളനെ പോലെ കയറി ആ ഫയൽ എടുക്കാൻ തുടങ്ങുന്നു. അപ്പൊ അങ്ങനെ വീട്ടിൽ കയറിയ നായകനെ അയാളെ പിടിക്കുന്നുണ്ടെങ്കിലും നായകൻ അയാളെ ഒന്ന് വരട്ടുമ്പോ അയാളെ പേടിക്കുവാണ്. അങ്ങനെ ആ ഫയൽ കൊടുക്കുന്നു. അടുത്ത സീനിൽ ആ ഫയൽ വെച്ച് നമ്മുടെ നായകൻ അങ്ങനെ ശ്രീദേവി മരിച്ച സമയത്ത് ഹരിയാനയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നു. അങ്ങനെ നായകൻ ആളെ കണ്ടുപിടിക്കുവാണ്. അങ്ങനെ അടുത്ത സീനിൽ കണ്ടുപിടിച്ച ആ കാര്യം വ്യക്തമായിട്ടുള്ള എവിഡൻസോടെ തെളിയിപ്പിക്കാൻ വേണ്ടി നായകൻ ആ നാട്ടിലെ ചില ആൾക്കാരെയെല്ലാം ഒരു അന്വേഷണം എന്നുള്ള രീതിയിൽ വിളിപ്പിക്കുന്നു. അതിൽ നായകനും സംഘവും അന്ന് ഈ നാട്ടിൽ വന്നിറങ്ങിയപ്പോ ആ സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കരുണാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണിക്കുന്നില്ലായിരുന്നോ, അയാളെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അയാളോട് സംസാരിക്കുന്ന പോലെ നായകൻ സംസാരിക്കാൻ തുടങ്ങുവാണ്. ശ്രീദേവിന്റെ മരണത്തിന് കാരണം ഈ നാട്ടിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ശരിക്കും അവൻ അവളെ സ്നേഹിച്ചു എന്നുള്ളൊരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പേരിൽ അവളെ കൊന്നു കളഞ്ഞത് ഈ നാട്ടിൽ തന്നെയുള്ള അവന്റെ അച്ഛനാണ്. ഉയർന്ന ജാതിയിലുള്ള മകൻ ഒരു താഴ്ന്ന ജാതി പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരച്ഛൻ ചെയ്ത കൊലപാതകമാണത്. ഇങ്ങനെയെല്ലാം നായകൻ പറയുന്ന സമയത്ത് നായകൻ ഇയാളിലേക്കാണ് വിരളി ചൂണ്ടുന്നതെന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കുന്നു. കാരണം അയാളുടെ മകനും ആ സമയത്ത് ഹരിയാനയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ നായകൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് അവൻ ഇന്ന് തന്നെയാണ്. ഈ ഒരു സംശയം തോന്നിയതിനു ശേഷം ഞാൻ അവനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചായിരുന്നു. അവൻ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞൊന്നും പറഞ്ഞ് നായകൻ അവന്റെ ഓഡിയോ ക്ലിപ്പും ഇവർക്ക് കേൾപ്പിച്ചു കൊടുക്കുവാണ്. അതിലവൻ പറയുന്നത് ഇങ്ങനെയായിരുന്നു: ശ്രീദേവിനെ അവൻ കുറെ നാട്ടിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു ഘട്ടത്തിൽ അവന്റെ ഇഷ്ടം മനസ്സിലാക്കി അവൾ അവനെ പ്രണയിക്കാൻ തുടങ്ങുന്നു. ഹരിയാനയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവൻ എല്ലാ കൊല്ലവും അവിടുത്തെ ഉത്സവത്തിന്റെ അന്ന് നാട്ടിലെത്തുമായിരുന്നു. അങ്ങനെ വരുന്ന വരവിലൊക്കെയായിരുന്നു ഇവരെ പ്രധാനമായിട്ടും കണ്ടിരുന്നത്. അങ്ങനെ ശ്രീദേവി മരിക്കുന്നതിന് 3
മാസം മുമ്പ് അതൊരു ഉത്സവം കൂടാൻ വേണ്ടി അവൻ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക്. അങ്ങനെ ആ ഒരു സന്ദർഭത്തിലാണ് അവര് പരസ്പരം ഒന്നിച്ച് ആ ഒരു കാരണം കൊണ്ട് അവള് പ്രഗ്നന്റ് ആയത്. 3 മാസം കഴിഞ്ഞ് അവൾ ആ കാര്യം ഹരിയാനയിലേക്ക് തിരികെ പോയ അവരൊരു കത്ത് എഴുതി അറിയിച്ചു. അങ്ങനെ ആ സന്ദർഭത്തില് അവരൊരു തീരുമാനം എടുത്തു, എത്രയും വേഗം വീട് വിട്ടിറങ്ങി കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങാന്ന്. അങ്ങനെ ഹരിയാനയിലുള്ള അവൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നാട്ടിലേക്ക് വരാമെന്നും പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് അന്ന് ശ്രീദേവി വീട്ടിലെ അമ്മയ്ക്ക് ഒരു കത്ത് എഴുതി വെച്ച് ആരും അറിയാതെ വീട് വിട്ടിറങ്ങിയത്. പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ടൈമിന് തന്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ശ്രീദേവിന്റെ കാമുകൻ പറഞ്ഞ സ്ഥലത്ത് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും അവൾ വന്നില്ല. പിറ്റേ ദിവസമാണ് അറിഞ്ഞത് അവൾ അങ്ങനെ മരണപ്പെട്ടുവെന്ന്. ആ കാര്യം എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. ഈ നാട്ടിൽ നിൽക്കണ്ട, തിരിച്ചു പോവാന്നും പറഞ്ഞ എന്റെ ഫ്രണ്ടാണ് അവിടെ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ ഇപ്പൊ അവൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേൾപ്പിച്ചു കൊടുത്ത് ആ കരുണാകരൻ എന്ന് പറഞ്ഞ വ്യക്തിനെ നായകൻ മൊത്തത്തിൽ പൂട്ടുവാണ്. ഇതെല്ലാം കേട്ട് അയാൾ ഒന്നും മിണ്ടാൻ കഴിയാതെ അവിടുന്ന് അങ്ങനെ എഴുന്നേറ്റ് പോകുന്നു. നായകന് ഇപ്പൊ അധികാരമില്ലല്ലോ, അതുകൊണ്ടാണ് നായകൻ ഇപ്പൊ ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത്. എസ് പിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാന്ന് നായകൻ ഈ സമയത്തെ ടീമിനോട് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ അവിടേക്ക് എസ് പിനെ വിളിച്ചു വരുത്തി നായകൻ നടത്താൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതായത് തെളിയിച്ച കാര്യങ്ങളെ പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട, നേരെ അയാളെ അറസ്റ്റ് ചെയ്യാന്നും പറഞ്ഞ് എസ് പി ഇപ്പൊ അവരെയും കൂട്ടിക്കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ സമയത്താണ് അവിടെയുള്ള ഒരു മലയുടെ ഭാഗത്ത് ആരോ തൂങ്ങി മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരെല്ലാം ഓടി പോകുന്നത് ഇവർ കാണുന്നത്. ഈ സമയം നമ്മളും അതേപോലെ നായകനും ടീംസ് എല്ലാം വിചാരിക്കുന്നത് ചെയ്ത കുറ്റങ്ങളെല്ലാം പോലീസുകാർ കണ്ടുപിടിച്ചോണ്ട് ആ ഒരു നാണക്കേടിനാൽ കരുണാകരൻ മരിച്ചു എന്നാണ്. എന്നാൽ ഈ സമയത്താണ് ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത്. തൂങ്ങി മരിച്ചത് കരുണാകരനല്ല, ഇവരെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത നായർ എന്ന് പറയുന്ന പോലീസുകാരനാണ്. ഇയാൾ എന്തിനാ മരിച്ചതെന്നല്ലേ? അതിനുള്ള ഉത്തരം അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. അത് അയാളുടെ മരണമൊഴി അയാളൊരു കത്തായി എഴുതി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അതെടുത്ത് പോലീസുകാർ വായിക്കാൻ തുടങ്ങുന്നു. ശരിക്കും നായകൻ പറഞ്ഞ ശ്രീദേവിന്റെ കാമുകനില്ലേ, അത് കരുണാകരന്റെ മകനല്ലായിരുന്നു, ഹരിയാനയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ നായരുടെ മകനായിരുന്നു. അതേ കരുണാകരന്റെ മകനെ പോലെ തന്നെ അതേ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു ചെറുപ്പക്കാരായിരുന്നു ഈ നായരുടെ മകൻ. അപ്പൊ നായകൻ കഴിഞ്ഞ സീനില് കരുണാകരന് കേൾപ്പിച്ചു കൊടുത്ത ആ സൗണ്ട് ഇല്ലേ, അതായത് ശ്രീദേവിന്റെ കാമുകന്റെ സൗണ്ട്, അതും നായരുടെ മകന്റെ സൗണ്ട് ആയിരുന്നു. കരുണാകരനെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതെല്ലാം കേൾപ്പിച്ചു കൊടുക്കുന്ന അതേ സമയം തന്നെ അവിടെ നായരുണ്ടായിരുന്നു. ആ സമയം ആ കാര്യങ്ങളെല്ലാം കേട്ട് നായരാകെ ഷോക്ക് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കേട്ടോണ്ടിരുന്ന സമയത്ത് അയാളുടെ റിയാക്ഷൻ എല്ലാം ഈ സമയത്താണ് നമുക്കൊരു ഫ്ലാഷ് ബാക്കിലൂടെ കാട്ടിത്തരുന്നത്. ശരിക്കും ശ്രീദേവിക്ക് കത്തെല്ലാം കൊണ്ടേ കൊടുത്തുകൊണ്ടിരുന്ന ആ പോസ്റ്റ്മാൻ ഇല്ലേ, അതായത് അപകടം പറ്റി പാരലൈസ്ഡ് ആയി പോയി എന്ന് പറഞ്ഞ ആ പോസ്റ്റ്മാൻ, അയാളെ നായകൻ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. നായകൻ ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ആ ഫയൽ ചെക്ക് ചെയ്യുന്ന സമയം 2 ചെറുപ്പക്കാര് ശ്രീദേവി മരിക്കുന്ന സമയത്ത് ഹരിയാനയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് കരുണാകരന്റെ മകനും ഒന്ന് നായരുടെ മകനും. അതിലാരാണ് ശ്രീദേവിന്റെ കാമുകൻ എന്ന് കൺഫ്യൂഷൻ വരുന്ന സമയത്താണ് നായകൻ ആ പോസ്റ്റ്മാനെ പോയി കാണുന്നത്. എന്നിട്ട് അയാൾക്ക് ആ കത്ത് കാട്ടി കൊടുത്ത് അതിലെ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യുന്ന സമയം അയാൾ ഉറപ്പിച്ച് പറയുന്നു അത് നായരുടെ മകന്റെ കത്താണെന്ന്. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും അത് സത്യമില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് കരുണാകരനോട് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്തി അയാളുടെ മകൻ എന്നുള്ള രീതിയിൽ ആ കാര്യം അവതരിപ്പിച്ചത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അതേ സമയം തന്നെ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്ന നായരുടെ മുഖത്തെ ആ ഭാവമാറ്റമെല്ലാം നായകൻ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നായരുടെ മകനും ശ്രീദേവിയും തമ്മിലുള്ള ബന്ധം ഇയാൾ എങ്ങനെ മനസ്സിലാക്കിയെന്നറിയാവോ? ബോംബെയിലെ അഡ്രസ് കൊടുത്ത് കള്ളപ്പേരില് നായരുടെ മകൻ ഹരിയാനയിൽ നിന്ന് അയച്ച ഒരു കത്ത് ആ പോസ്റ്റ്മാൻ വഴി ഗതികേട്ടൻ നായന്റെ കയ്യിൽ കിട്ടുവാണ്. അങ്ങനെ അത് പൊട്ടിച്ച് വായിച്ചതോടെയാണ് അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായത് അയാൾക്ക്. പിന്നീട് അങ്ങോട്ട് ഈ ഫേക്ക് അഡ്രസ്സില് അവരിങ്ങനെ കത്ത് കൈമാറുന്നതെല്ലാം അയാൾ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഉയർന്ന ജാതിക്കാരായ ഇവർക്ക്, അതായത് അയാൾക്ക് മകനൊരു താഴ്ന്നജാതി പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ടാണ് അവർ ഒളിച്ചോടാൻ തീരുമാനിച്ച അന്ന് അവള് വീട് വിട്ട് ഇറങ്ങി വരുന്ന സമയം വഴിയരികിൽ നിന്ന് ശ്രീദേവിനെ പിടികൂടി അയാൾ കൊന്നു കളഞ്ഞത്. പോസ്റ്റ്മാൻ വഴി ആ കത്തുകളെല്ലാം കൈക്കലാക്കിയാണല്ലോ ഇയാൾ അവരുടെ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നത്. സോ ഈ ക്രൈം എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ പോസ്റ്റ്മാൻ ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു അന്വേഷണത്തിൽ അയാൾ കുടുങ്ങുമെന്ന് മനസ്സിലാക്കിയാണ് ഈ കാര്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ആ പോസ്റ്റ്മാനെ ഇയാൾ അപകടത്തിൽപ്പെടുത്തിയത്. അങ്ങനെയാണ് അയാൾ പാരലൈസ്ഡ് ആയത്. അങ്ങനെ ഈ കേസ് 2-3 പോലീസ് ടീം അന്വേഷിച്ചെങ്കിലും ആരും കണ്ടുപിടിക്കാതെ പോയപ്പോ ഇനി ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അവസാനമായിട്ട് വന്ന് നമ്മുടെ നായകന്റെ ടീം അത് കണ്ടുപിടിച്ചുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ ഈ കാര്യം പുറത്തറിഞ്ഞ പിന്നെ എന്താവെന്ന് അറിയാത്തൊരു അവസ്ഥയായോണ്ടാണ് അയാളിപ്പോ അങ്ങനെ സൂയിസൈഡ് ചെയ്തെന്ന് കാണിക്കുന്നു. എന്തായാലും നമ്മുടെ നായകന്റെ ടീമും കൂടി അവരുടെ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ഈ കേസ് തെളിയിച്ചു. അതുകൊണ്ട് എസ് പി ഇപ്പൊ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. എന്നാൽ ആദ്യത്തെ കേസ് പോലെ തന്നെ പ്രതിനെ കോടതിയിൽ എത്തിക്കാൻ നായകന് കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ പ്രതി മരിച്ചു പോയില്ലേ. അങ്ങനെ ഇപ്പൊ എന്തായാലും ഈ കേസ് തെളിയിച്ചതോടെ ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന നായകന്റെ ടീമിന്റെ ആ ചീത്തപ്പേരെല്ലാം മാറി കിട്ടുന്നു. അതിനുശേഷം ഇതേ ടീമിന് 3ാമത്തെ ഒരു കേസ് കിട്ടുവാണ്. അങ്ങനെ ആ കാര്യങ്ങളും കാണിച്ച് അവരതിലേക്ക് എൻ്റർ ആവുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഇത് ഈ മൂവിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു എൻഡിങ്ങോടെ ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതിയ മൂവി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ മൂവിന്റെ 2 പാർട്ടും കണ്ട നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് മുന്നിൽ ഇതേപോലത്തെ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.